ഇത് പാലാക്കിന്റെ ഔലിങ്കഞ്ഞിയാവുന്നാണ് തോന്നുന്നത്. കാരണം RSSന്റെയും BJPയുടെയും ന്യൂനപക്ഷ മോർച്ച ടീമിന്റെയും വലങ്കൈ ആയിക്കൊണ്ട് കേരളത്തിൽ സൂഫി ബോർഡ് രൂപീകരിച്ച് അതിന് സെക്രട്ടറിയായും പ്രസിഡന്റായി നടക്കുന്ന രണ്ടാളുകളാണ് കുരുവട്ടൂർ നൗഷാദിന്റെയും കുഞ്ഞാമിന്റെയും കൂടെ നിൽക്കുന്നത്. ഇതേ ടീമാണ് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഞങ്ങളാണ് മുസ്ലിം സമുദായത്തെ പ്രതിനിധീകരിക്കുന്നത് എന്ന് പറഞ്ഞ് സൂഫി ബോർഡ് ഉണ്ടാക്കി നടക്കാൻ വേണ്ടി ഈ ടീമുകളെയൊക്കെ ആനുകൂല്യം പറ്റിക്കൊണ്ട് നടക്കുന്ന ടീം ഇവരാണ്. ഇതേ ടീമാണ് ഈ കാവ്യത്ത് സൂഫിയയിൽ നൗഷാദിനോടും കുഞ്ഞാമദിനോടും ഇവരുടെ ഷെയ്ഖിനോടൊക്കെ വന്ന് ചർച്ച നടത്തിപ്പോയത്. ചർച്ച നടത്തിയതിന്റെ പിറ്റേന്ന് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞതോ മതം വെടിഞ്ഞുകൊണ്ട് മനുഷ്യനാവുക, മതത്തിന്റെ ആവശ്യമൊന്നും ഇല്ല എന്നുള്ളതാണ്. സർവ്വമത സത്യവാദം അതാണ് മുഹമ്മദ് നബി പ്രചരിപ്പിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് പത്രസമ്മേളനം നടത്തിയപ്പോൾ നമ്മളത് എതിർത്തു. നമ്മൾ എതിർത്തപ്പോൾ ഈ അംക്കുകൾക്കും എതിർക്കേണ്ടി വന്നു. അങ്ങനെ നൗഷാദും കുഞ്ഞാമതും സ്റ്റേജ് കെട്ടി പറഞ്ഞു ഇവന്മാര് തനിച്ച ഷിയാക്കളാണ്, ഇവര് മതത്തിൽ നിന്ന് പുറത്താണ് എന്നൊക്കെ. പക്ഷേ അവരാണ് സൂഫികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ തിരുനാവായിൽ വരെ ഈ ടീം എത്തിയിട്ടുണ്ട്. ഏത് സൂഫി ബോർഡ് എന്ന് പറഞ്ഞ് നടക്കുന്ന മതം വെടിഞ്ഞ് മനുഷ്യനാകൂ എന്ന് പറയുന്ന ടീം അവിടെ എത്തിയിട്ടുണ്ട്. ഇവരാണ് ശരിക്കും RSSന്റെയും BJPയുടെയും ബി ടീമായിക്കൊണ്ട് ന്യൂനപക്ഷ മോർച്ചറിയുടെ ആ വലങ്കൈ ആയിക്കൊണ്ട് സൂഫികൾ ഞങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. അതിന്റെ അടിയിലോട്ടാണ് കുരുവട്ടൂർ ഹംകിയത്തുൽ കാവ്യയിൽ നിന്നുള്ള ആളുകൾ ചെന്നുകൊണ്ട് ഞങ്ങളാണ് സൂഫികൾ എന്ന്. ഈ രണ്ട് ടീമും ഹലാക്കിന്റെ ഔലിങ്കഞ്ഞിയായിട്ട് രണ്ടു കൂട്ടരും അടികൂടും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. കാരണം രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗീകരിക്കില്ല. ഇവർ തന്നെ ഇടയിൽ സൂഫികളാണ് അല്ലെങ്കിൽ മുസ്ലിങ്ങളാണ് എന്ന് അംഗീകരിക്കാത്ത രണ്ട് ടീമാണ് ഇപ്പോൾ ഇവരുടെ കൂടെ കൂടിയിട്ടുള്ളത്. ഇതിപ്പോൾ എന്തിനാണെന്നുള്ള ഈ കൂടെ കൂടിയത് എന്നുള്ളത് ഈ ഗ്രൂപ്പിലുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. കാരണം അണികളുടെ ആധാരം പണയം വെച്ച്, വീട് വസ്തുതകൾ പണയം വെച്ച്, സ്വർണം വായ്പകളാക്കി വാങ്ങി തിരിച്ചു കൊടുക്കാതെ ഷെയ്ഖിന്റെ വീട്ടിൽ വരെ ദിനേന ആളുകൾ ചെന്നുകൊണ്ട് പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ നിങ്ങൾക്കറിയാം ഈ സോലി കണ്ടോണ എന്ന് പറയുന്ന ആളുകളൊക്കെ സ്വന്തം കുടുംബത്തിലോട്ട് അണികളെ പറഞ്ഞു വെക്കുകയാണ് സ്വർണം കക്കാൻ. കാരണം ഇപ്പൊ സ്വർണം 1 പവൻ സ്വർണം മേടിച്ചു കഴിഞ്ഞാൽ 1.5 ലക്ഷം രൂപയുടെ അടുത്തായില്ലേ, 1,30,000-31,000 അത്രയൊക്കെ ആയല്ലോ. അപ്പൊ എവിടൊക്കെ അണികളുടെ കയ്യിൽ സ്വർണ്ണങ്ങളുണ്ടോ അതൊക്കെ വിറ്റ് തുലച്ചുകൊണ്ട് ഒരു പള്ളിക്ക് വേണ്ടി പിരിവെടുത്ത് നിങ്ങൾക്കറിയാലോ. ഹിദർ നബിയുടെ പേരിൽ പള്ളിക്ക് പിരിവെടുത്തുകൊണ്ട് 10 കൊല്ലം മുമ്പ് പള്ളിയുടെ പണിക്കുള്ള മുഴുവൻ കാശും കിട്ടിയിട്ടും ഇപ്പോഴും കാട് പിടിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. എത്ര വലിയ പേര്. ഇനിയാണ് ഞങ്ങള് ശ്രീലങ്കയിൽ ചെന്നപ്പോ അവിടെ ഹിദർ നബി അലൈഹിസ്സലാമിന്റെ പേരിൽ ഒരു പള്ളിയുണ്ട്. ആ പള്ളിയിൽ ഉസ്താദ് അവറുകൾ ഹിദർ നബിയുടെ മൗലിദ് ചൊല്ലി അവിടെ നിന്ന് ഞങ്ങളോട് പറഞ്ഞു ഇവിടെ എല്ലാ ആഴ്ചയിലും മഹാനായ ഹിദർ നബി അലൈഹിസ്സലാം വരാറുണ്ട്. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പള്ളിയിൽ എല്ലാ ദിവസവും ശൈഖുന വരണം എന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അനുഭവജ്ഞാനമാണ്. നമ്മളെ റൂട്ട് തെറ്റുകയില്ല, റൂട്ട് തെറ്റുന്നവർ ഇതിൽ ആവശ്യവും ഇല്ല. കാട് പിടിച്ച് കിടക്കേണ്ട അവസ്ഥയാണ്. അപ്പൊ ഈ അണികളൊക്കെ പറ്റിച്ചുകൊണ്ട് വളരെ സാമ്പത്തിക ഞെരുക്കത്തിലാണ്. ഒരു കുരുവട്ടൂരിയുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മളോട് പറഞ്ഞത് നമ്മൾ കൂട്ടുകാരൊക്കെ, അതായത് എൻ്റെ അറിയുന്ന ഒരാളുടെ ഒരു കൂട്ടുകാരൻ, ആ കൂട്ടുകാരൻ ആ കുരുവട്ടൂരി പറയുന്നത് ഇവിടെ ഈ ഗ്രൂപ്പിൽ തന്നെ പങ്കുവച്ചിട്ടുണ്ടാവും ഒരാള്. അതായത് നമ്മൾ കൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷേ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ സാമ്പത്തികം വളരെ ശോചനീയമാണ്. സർവ്വതും ഷെയ്ഖിന്റെ മുന്നിൽ പണയം വെച്ചിട്ട് അതല്ലെങ്കിൽ അർപ്പിച്ചിട്ട് ഇപ്പൊ ഒന്നുമില്ലാതെ നടക്കുകയാണ്. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾക്കും കടം കൊടുത്തു പോകരുത്, പിന്നെ നമ്മൾ തമ്മിൽ തെറ്റും, എന്നോട് ചോദിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് പറയുന്ന കുരുവട്ടൂരികളുള്ള ആ ഒരു സമയത്ത് കുരുവട്ടൂരികളുടെ അണികളുടെ അന്വേഷണങ്ങളും പരാതികളും ഇനി അടിക്കടി വരാനിരിക്കുന്നു. അതിൽ നിന്ന് രക്ഷ നേടാനുള്ള ഒരു കാലുപിടിക്കലാണ് ലോകം നിയന്ത്രിക്കുന്നവന്റെ ഗുരുമുരീതന്മാർ ചെന്നുകൊണ്ട് അവിടെ കാൽക്കൽ വീട് തൊഴുതു നിൽക്കുന്നത് എന്നുള്ളതാണ്. ഈ കാണുന്ന ലോകം നിയന്ത്രിക്കുന്ന അസ്ഹാബുൽ വഖ്തിന്റെ ആളുകളാണ്. നോക്ക് നിങ്ങൾ ഇപ്പൊ എവിടെ എത്തിപ്പെട്ടു എന്നുള്ളത്. എത്തേണ്ടടുത്ത് എത്തി. അവരെങ്ങാനും ഗതി പിടിക്കുമോ എന്നുള്ളൊരു ചിന്ത നമുക്കുണ്ടായിരുന്നു. ഇപ്പൊ അതുകൂടി ഉറപ്പായി. ഈ മാൻഡ്രാക്കുകൾ അവിടെ എത്തുന്നതോടുകൂടി അവരുടെ കാര്യം കട്ടപ്പുകയായിരിക്കുമെന്ന്. മുസ്ലിം സമുദായത്തിലെ ഒരു 10 ആളുകളെ 20 ആളുകളെ കൂട്ടാൻ കഴിയാത്ത ഈ ഹംക്കുകളാണ് ഭാരതാംബയുടെ വിജയത്തിനായി പ്രയത്നിക്കുന്നത്. ആലോചിച്ച് നോക്ക്. സമുദായത്തിൽ സ്നേഹവും ഐക്യവും നിലനിർത്തുന്ന മോദിയുടെ വിജയത്തിനായി പ്രവർത്തിക്കും, ഭാരതാംബയുടെ വിജയത്തിനായി പ്രവർത്തിക്കുന്നു. നമ്മുടെ ഭാരതാംബയുടെ മുന്നോട്ടുള്ള ഗമനത്തിന് വേണ്ടി നമുക്ക് ഒറ്റക്കെട്ടായി കൈകോർത്തു പിടിക്കാം. എന്താണ് ഭാരതാംബ? ഹിന്ദുക്കളുടെ ഒരു ദൈവീക പ്രതീകമാണ് ഭാരതാംബ എന്ന് പറയുന്നത്. ആ ഭാരതാംബയുടെ ദൈവീക പ്രതീതിയുള്ള പോസ്റ്ററും മറ്റും രാഷ്ട്രഭവനിലും മറ്റും വെക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കോൺഗ്രസും CPM ഒക്കെ അതിനെതിരെ പ്രവർത്തിച്ചത്. അതായത് രാഷ്ട്രഭവൻ പോലുള്ള സ്ഥലങ്ങൾ അത് മതവൽക്കരണം നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട്. അത്തരത്തിൽ ആ ഭാരതാംബയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്നാണ് കുഞ്ഞായ്മത് കാവ്യത്ത് സൂഫിയിൽ ഉച്ചസ്ഥരം പ്രഖ്യാപിക്കുന്നത്. ഇവരുടെ തൗഹീദ് പണ്ടേ തീരുമാനമായിട്ടുണ്ട്. ഇപ്പൊ അതൊന്നും കൂടി കുഫ്രിയത്തിന്റെ വാദവുമായി കടന്നുപോകുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത്. ഇവരുടെ വാക്കും പ്രവർത്തി ബറാഅത്തിന്റെ പവിത്രമായ ദിവസത്തില് പോകേണ്ട ഉന്നത ഹദറത്ത് എന്ന് ഇവർ പറയാറുള്ള ഹദറത്താണ് ഇപ്പോൾ ഒന്ന്. ഇത് അവർക്ക് പ്രത്യേക നിർദ്ദേശം കിട്ടിയതാണ് അങ്ങോട്ട് പോകാൻ. അതുകൊണ്ടാണ് പ്രധാനപ്പെട്ട 2 കോളാമ്പികൾ തന്നെ അവിടെ എത്തിയത്. എന്നിട്ട് ആ ബറാഅത്തിന്റെ ശ്രേഷ്ഠമായ ദിവസത്തിൽ ഏറ്റവും വലിയ അമല് ചെയ്യുന്നു, ചാവി പുതപ്പിച്ചു. അത് പ്രത്യേകമായ നിർദ്ദേശം കിട്ടുന്ന മച്ചായിക്കന്മാരുടെ പ്രത്യേക കാവലിൽ മാത്രം ചെയ്യേണ്ട കാര്യമാണ് ഇതൊക്കെ. പമ്പേഴ്സ് സമതല്ല പറഞ്ഞു രാഷ്ട്രീയക്കാരെ മൂട് താങ്ങാണ്. ഇതിപ്പോ എന്ത് താങ്ങല?
ദാസനം താങ്കളേക്കാരം അല്ലേ സമതെ പാട്ടുകൊള്ള ഇത് ആർക്കാടി ഇത് സൂഫി ശൈഖന്മാർക്കൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ പറ്റി പറയും രാഷ്ട്രീയക്കാരെ മൂട് താങ്ങുകയാണ്. ഇത് നോക്കാം നമുക്ക് ഇത് ആരെ താങ്ങണ്ടേ ഇത് ഇവിടെ ഇട്ട് വാ തൊള്ള പറഞ്ഞു